ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് കുക്കിംഗ് വേൾഡ്. എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ വെജിറ്റേറിയൻ ഫ്രണ്ട്സിന് വേണ്ടി ഒരു അടിപൊളി പനീർ ഡിഷാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ക്യൂബ്സ് ആക്കിയ 100 ഗ്രാം പനീർ, പിന്നെ മസാലയാണ്. ഇതിൽ ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക്, ചെറിയ ജീരകം, പെരുംജീരകം എല്ലാം ചേർത്തിട്ടുണ്ട്. വറ്റൽ മുളക് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ പൊടിക്കാത്ത മല്ലി 1 ടേബിൾ സ്പൂൺ കൂടെ ഇതിന് വേണം. ഇനി 2 ബേ ലീഫ്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് 2 സെക്ഷൻ ആക്കിയ സവാളയാണ്. ഒന്നിൽ സാധാരണ നമ്മൾ ചോപ്പ് ചെയ്ത ഒരു വലിയ ഇടത്തരം സവാളയും 2 ഇടത്തരം ടൊമാറ്റോയും കട്ട് ചെയ്ത് നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെ മറ്റു സെക്ഷനിൽ ഒരു വലിയ സവാള, അതുപോലെ ഒരു ഇടത്തരം ക്യാപ്സിക്കം ക്യൂബാക്കി കട്ട് ചെയ്തത്. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും 7 വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത്, കൂടെ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും പിന്നെ ആവശ്യത്തിന് ബട്ടറും. ഇനി ഇതെല്ലാം ചേർത്ത് നല്ല ടേസ്റ്റിയായ വറുത്തരച്ച പനീർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോരോ പനീറായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഷാലോ ഫ്രൈ ആക്കി വേണം എടുക്കാൻ. ഇതൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പനീർ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാൻ എടുക്കാം നമുക്ക്. അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ക്യൂബ്സ് ആക്കി വെച്ച സവാളയും ക്യാപ്സിക്കവും ഇട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹാഫ് കുക്ക്ഡ് ആയാൽ മതി. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് മാറ്റി വെച്ച മസാലയും ബേ ലീഫും ചേർത്ത് ഒരു 3 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാല നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇനി ഈ ചൂടായ മസാല ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിക്കണം. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. എരിവ് വേണ്ടാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇത് ഇനി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മസാല നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം അത് പൊടിച്ചെടുക്കാൻ. ഇനി വീണ്ടും നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ നന്നായി ഒന്ന് വെന്ത് കിട്ടണം. ഈ കൂട്ട് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നല്ല ചൂടായ പാനിലേക്ക് ഒരു 3 ടീസ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂണോളം ബട്ടറും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോ മിക്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന മസാല കൂട്ടിയിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. നേരത്തെ ടൊമാറ്റോ നമ്മൾ ഒരു ജാറിൽ അടിച്ചിട്ടില്ലായിരുന്നു. അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതെടുത്തിട്ടുണ്ട്. കൂടാതെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് എടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ഹാഫ് കുക്ക്ഡ് ആക്കി വെച്ച ഉള്ളിയും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
കറിയൊക്കെ നന്നായി തിളച്ച് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് പനീർ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രഷ് ക്രീം നിങ്ങൾക്കില്ല എങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ പനീറിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഫ്രഷ് ക്രീം തന്നെ വേണം. അവസാനമായി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കറി ഒരു ബൗളിലേക്ക് നമുക്ക് കോരി മാറ്റാം. സൂപ്പർ ടേസ്റ്റിയായ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ റൊട്ടിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. ഞാനിന്നിവിടെ ഗീ റൈസാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു, പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ.